ഞാൻ ഇന്ത്യ അപ്പം തരും രാത്രി പോകാൻ വരുന്നുണ്ടോ മൂന്ന് കറങ്ങിട്ടോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്നും പറയുന്നത് പോലെ നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഒരു ഈവനിങ് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള കാര്യങ്ങളായിക്കൊണ്ടിരിക്കുകയാണല്ലേ. നമ്മളിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ തന്നെയാണ് വീഡിയോസൊക്കെ ഇടുന്നത്. വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് നിങ്ങളെ അറിയിക്കുന്നത്, ഒന്നുകൂടെ വീഡിയോയിൽ കാണിക്കുന്നതൊക്കെ അല്ലേ. അപ്പോൾ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് പറയാം വീട്ടിലത്തെ വിശേഷങ്ങളും വീടും പരിസരവും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെ പരിചിതമായിരിക്കും അല്ലേ. അപ്പോൾ ഈവനിങ്ങിലെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര പണികളൊന്നും ഉണ്ടാവാറില്ല. എന്നാലും നേരം സത്യം പറഞ്ഞില്ല, അതാണ് സത്യാവസ്ഥ. അതാണ് പലർക്കും ഇങ്ങനെ മെസ്സേജസിനും കോളിനും ഒന്നും റിപ്ലൈ കൊടുക്കാണ്ടൊക്കെ പലരും ഭയങ്കര വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട് വന്നിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുമ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം പറയാനാണെങ്കിൽ അങ്ങനെ എടുത്ത് പറയാൻ ഒരുപാട് പണികളില്ല, പക്ഷെ പണികൾ എന്ന് പറഞ്ഞാൽ നേരം പോണ പണികളാണ് എൻ്റെ മുഴുവൻ പണികളും. അല്ലാതെ കുറേ കഷ്ടപ്പാടുള്ള പണികളൊന്നുമല്ല, ഒക്കെ നേരം പോകുന്ന കാര്യങ്ങളൊക്കെയാണ്. വീട്ടിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ കണ്ണൻകുട്ടിക്ക് ഫുഡ് കൊടുക്കലും കാര്യങ്ങളും, അതുപോലെ കല്യാണിയുടെ കാര്യങ്ങളും, പിന്നെ അതിനിടയിൽ നമ്മുടെ യൂട്യൂബിൻ്റേതായ കാര്യങ്ങളും, അതിൻ്റെ ഇടയിൽ കൂടെ വേറെ കുറേ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കടക്കാൻ ഒട്ടും സമയമില്ല. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്. അപ്പോൾ വൈകിട്ട് അടിക്കൽ, അതുപോലെ രാവിലെ ചോറൊക്കെ വയ്ക്കും. ചോറൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ അത് വൈകുന്നേരത്തിനൊന്ന് തിളപ്പിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ അടുക്കളയിലത്തെ പണികളിപ്പോൾ ചില വീടുകളിലൊക്കെ ഉണ്ടല്ലോ, രാവിലത്തെ ഉച്ചയ്ക്ക് പറ്റില്ല, ഉച്ചക്കലത്തെ കറി വൈകുന്നേരത്തിന് പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഇവിടെ രാവിലെ വയ്ക്കുന്നത് തന്നെയാണ് നമ്മൾ ഉച്ചയ്ക്ക്. രാവിലെ എല്ലാം കഴിയും, ചോറിനുള്ളതൊക്കെ എല്ലാം രാവിലെ തന്നെ കഴിയും. ചോറും കറിയും ഒക്കെ പലഹാരവും അതൊക്കെ എല്ലാം രാവിലെ തന്നെ കഴിയും. പിന്നെ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് പിന്നെ അങ്ങനെ അടുക്കളയിൽ, പിന്നെ കടനുള്ള ഫുഡുകൾ ഉണ്ടാക്കാൻ മാത്രമാണ് ഞാൻ അടുക്കളയിൽ കയറാറുള്ളൂ. പിന്നെ അടിക്കലും തുടയ്ക്കലും കാര്യങ്ങളൊക്കെ തന്നെ രാവിലെ കഴിയും. പിന്നെ വൈകിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് വാരിയിടാൻ മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും പണികളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഉണ്ടാവും കേട്ടോ. അതാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അടക്കലും വറക്കലും അങ്ങനത്തെ പണികളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട്. എത്ര തന്നെ ഒതുക്കിയാലും ഒതുങ്ങാത്തത് പോലെയാണ് പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കരുതി കാണാൻ്റെ മരുന്നിൻ്റെ പെട്ടിയൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട് കാണാൻ അങ്ങനെ വേറെ അസുഖങ്ങൾ, പനി, ജലദോഷം അങ്ങനെയുള്ള വയ്യായികളൊക്കെ വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട്. എന്നാലും വരുമ്പോൾ ചിലപ്പോൾ രണ്ടാൾക്കും കൂടിയാണ് ഭയങ്കരമായ രീതിയിലൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ കണ്ണന് വേറെ കുറേ മരുന്നുകളുണ്ടാവും. ഈ പനിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പനിക്ക് ഒരു മരുന്ന്, ജലദോഷത്തിന് വേറെ, ചുമയ്ക്ക് വേറെ, തുമ്മലിന് വേറെ, അങ്ങനെ കുറേ സിറപ്പുകൾ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കുപ്പികളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫിറ്റ്സിൻ്റെ മരുന്നും പിന്നെ വൈറ്റമിൻസും പിന്നെ ഈ ടൈറ്റ്നസിനുള്ള 2 ടാബ്ലറ്റ് മാത്രമാണ് കാണാൻ കഴിക്കുന്നത്, റെഗുലറായിട്ട് കഴിക്കുന്നത്. പിന്നെ ഈ പനി ജലദോഷം കാര്യങ്ങളൊക്കെ വരുമ്പോൾ വേറെ മരുന്നുകൾ കുറേ ഉണ്ടാവും, അതിൻ്റെ ബോട്ടിൽസൊക്കെ. അപ്പോൾ ഞാനിതിങ്ങനെ ഓരോ ഡബ്ബകളിലാക്കിയിട്ട് എടുത്ത് വയ്ക്കുകയാണ് പതിവ്. പിന്നെ ഇടയ്ക്ക് ഇപ്പോൾ ചേലൂർക്കൊക്കെ പോകുമ്പോൾ ഞാനൊരു ചെറിയ കവറിലൊക്കെ ആക്കിയിട്ട് ഇത് പിടിക്കും. ഈ ബോക്സൊക്കെ അടക്കം പിടിച്ച് കഴിഞ്ഞാൽ കുറേ സ്ഥലം വേണ്ടേ നമുക്ക് ബാഗിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ കവറിലൊക്കെ ആക്കിയിട്ട് പിടിക്കാറുണ്ട്. അപ്പോൾ ചേലൂരിന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ആ കവറിലായിട്ടിരിക്കുന്ന മരുന്നുകൾ അത് സത്യം പറഞ്ഞാൽ ഈ ഡബ്ബകളിലോട്ട് മാറ്റി വയ്ക്കാൻ പോലും എനിക്ക് നേരം കിട്ടിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. നമ്മൾ ഓരോന്ന് കഴിഞ്ഞിട്ട് അത് ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുമെങ്കിലും പലപ്പോഴും പലരുടെയും മെസ്സേജിന് റിപ്ലൈ കൊടുക്കലാണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എനിക്ക് പറ്റി പോകുന്നത് അതാണ് കേട്ടോ. ഞാൻ അത് കുറച്ച് കഴിയുമ്പോൾ വിളിക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ റിപ്ലൈ കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് പിന്നത്തേക്ക് മാറ്റി വയ്ക്കുമ്പോഴാണ് കേട്ടോ ഞാൻ പലപ്പോഴും അത് മറന്നു പോകാറുള്ളത്. അപ്പോൾ അതിലൊന്നും ഒരാളും ദേഷ്യം വിചാരിക്കരുത്. ഞാൻ അതെടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ പറഞ്ഞാലും ആളുകൾ പിന്നെയും നമ്മൾ റിപ്ലൈ ഒക്കെ കൊടുക്കാണ്ടാകുമ്പോഴും കോൾ എടുക്കാണ്ടാകുമ്പോഴും ഒക്കെ ഭയങ്കര വിഷമങ്ങൾ ഞാൻ
ഒരുപാട് കേട്ടിട്ടുള്ള കാര്യമാണ് അത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരുപാട് നല്ല നല്ല ബന്ധങ്ങൾ എനിക്കില്ലാണ്ടായിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും. നമ്മളിങ്ങനെ തിരക്കുകളുടെ ഇടയിലായത്. എന്നാലും എനിക്ക് നേരം കിട്ടുമ്പോൾ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ പരമാവധി ഒക്കെ അതൊന്ന് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ആ മരുന്നുകൾ ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു, കുറേ ബോക്സുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം ഇങ്ങനെ പിന്നെ നിർത്തിയ മരുന്നുകളൊക്കെ അത് പിന്നെ എക്സ്പയറിങ് ഡേറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പൊട്ടിക്കാത്ത കുറേ ബോട്ടിലുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് എക്സ്പയറിങ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ കൂടുതൽ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ചെന്നപ്പോൾ പിന്നെ നിർത്തിയേക്കാണ്, മരുന്ന് നിർത്തി. അപ്പോൾ പിന്നെ അതിൻ്റെ എക്സ്പയറിങ് ഡേറ്റും കഴിഞ്ഞു. പിന്നെ നമുക്ക് റിട്ടേണും കൊടുക്കാൻ പറ്റാണ്ടൊക്കെ അങ്ങനെയും കുറച്ച് മരുന്നുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ആവശ്യമില്ലാത്തതൊക്കെ വേഗം അവിടെ നിന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് വൃത്തിയാക്കുക. അപ്പോൾ ഈ കാണിച്ചു തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വൈറസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാഗ് പോലത്തെയാണ്. നമ്മൾ ഈ ID കാർഡ് പോലെ നമുക്ക് കഴുത്തില്ല തൂക്കിയിട്ട് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ നമുക്ക് കൊറോണയുടെ സമയത്തൊക്കെ കുറേ പേരൊക്കെ ഇങ്ങനെ യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ സാറ് പറഞ്ഞിട്ടാണ് ഞാനത് അറിഞ്ഞത്. അങ്ങനെ ഒരു സംഭവമുണ്ട്. അന്നാ മുന്നേ കണ്ണനെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയ്യായികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പനിയും ജലദോഷവും അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് മേടിച്ചതായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞാനത് രാവിലെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ അടുത്തേക്ക് അവൻ്റെ കഴുത്തിൽ അത് ഇട്ട് കൊടുക്കും കുറച്ച് നേരമൊക്കെ. പിന്നെ ആരെങ്കിലുമൊക്കെ വന്നാലും അതിങ്ങനെ പറയുന്നത് വൈറസിനെയൊക്കെ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പറയുന്നത് വൈറസിനെയൊക്കെ കയറി പിടിക്കുന്നു ആ ഒരു ടാഗ്. അപ്പോൾ പിന്നെ നമ്മുടെ ബോഡിയിലേക്ക് അധികം അങ്ങനെ എത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊന്നും. എന്നാലും ഞാനൊരു കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ണനെങ്ങനെ ഇടാൻ. അങ്ങനെ ഇടയിലൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ കുറച്ച് നാളൊക്കെ അവൻ്റെ കഴുത്തിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബോക്സ് മരുന്നൊക്കെ ഒതുക്കിയിട്ട് കണ്ണൻ്റെ അടുത്ത് വെച്ച് കൊടുത്തപ്പോൾ ആൾക്ക് എന്തെങ്കിലും എടുത്ത് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ചിലപ്പോഴൊക്കെ വീഡിയോസിലൊക്കെ അവനിങ്ങനെ ഒരെണ്ണങ്ങാണ്ട് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, കൈ അനക്കില് കാലനക്കില് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ആൾ വെറുതെ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും വെറുതെ മിണ്ടാണ്ട് ഇങ്ങനെ കിടന്നോളും. പക്ഷെ അവൻ്റെ അടുത്ത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു പുതപ്പാണെങ്കിലും അല്ലെങ്കിൽ ഒരു പില്ലോ ആണെങ്കിലും എന്തെങ്കിലും അവൻ്റെ അടുത്ത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഇങ്ങനെ പിടിക്കാനും തട്ടിമറിച്ചിടാനും ഇങ്ങനെ എന്തെങ്കിലും ഇപ്പം നമ്മൾ പച്ചക്കറിയൊക്കെ അരിയാനിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ അവൻ്റെ അടുത്തിരുന്നിട്ട് ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ താഴെ അവനെ കിടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ താഴേക്ക് വന്നിരുന്നിട്ട് ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ പാത്രങ്ങളും അതൊക്കെ ഇങ്ങനെ തട്ടിമറിച്ചിട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൻ അങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഈ ബോക്സ് കണ്ടപ്പോൾ തൊട്ട് അതുമ്മ പിടിക്കണം, അത് തട്ടിമറിച്ചിടണം. അവനെ ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ അവൻ ആ ബോക്സിൽ കയറി കടിക്കും. ചിലപ്പം കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നെങ്കിൽ അവൻ്റെ ചുണ്ട് പൊട്ടും, പല്ലിൻ്റെ ഇടന്ന് ചിലപ്പോൾ ബ്ലഡ് വരും. അങ്ങനെയൊക്കെ ആൾക്ക് അറിയില്ലല്ലോ. ആൾക്ക് അത് എടുക്കണം എന്ന് ആൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ആളുടെ മനസ്സ് എത്തുന്നിടത്തേക്ക് ആളുടെ കൈകൾ എത്തുന്നില്ല. അതാണ് ആളുടെ പ്രശ്നം എന്ന് പറയുന്നത്. ആൾക്കെല്ലാം അറിയാം, ആൾക്ക് അതിന് ബുദ്ധിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം കാണുന്നില്ല. പക്ഷേ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കാണല്ലോ ആൾക്ക് പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ ആൾക്ക് ആഗ്രഹമുണ്ട് അത് എടുക്കണമെന്നും തട്ടണമെന്നും മാറ്റണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ആൾ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ പറ്റുന്നില്ല ആൾക്ക്. എന്നാലും നമ്മൾ ഇങ്ങനെ ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വെക്കാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേ അവന് കൈയും കാലൊക്കെ അനക്കാൻ നോക്കും. പക്ഷെ നമ്മളുടെ ഒരു നോട്ടം വേണം. അല്ലാന്നുണ്ടെങ്കിൽ അതിലൊക്കെ കയറി പിടിച്ച് കടിച്ച് അങ്ങനെയൊക്കെയുള്ള ഓരോ കുഞ്ഞു സൂത്താപ്പണികളൊക്കെ ഒപ്പിച്ചും കൊണ്ടിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കുറച്ച് ദൂരെ വെച്ചിട്ടും കണ്ണൻ്റെ അടുത്ത് പറയാണ്, അതുമ്പോൾ വന്ന് അതിൻ്റെ അടുത്തേക്ക് വായോ അല്ലെങ്കിൽ അത് വന്ന് പിടിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇപ്പം നിലത്ത് കിടത്തിയിട്ടൊക്കെ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതും വന്ന് പിടിച്ചേ കണ്ണനെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നീങ്ങി നിരങ്ങിയും അതിൻ്റെ അടുത്തേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എത്തും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവനിങ്ങനെ താഴേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നിലത്ത് പായൊക്കെ വിരിച്ച് കിടത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും കസേരയോ ടേബിളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിലേക്കൊക്കെ ഇങ്ങനെ എങ്ങനെയെങ്കിലും ആൾ പോവും. അത് ഭയങ്കര ഇഷ്ടം എന്തുണ്ടെങ്കിലും താഴേക്ക് പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ 2 ദിവസമായിട്ടൊരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കൂടെ പോവാറുള്ളൊരു ചേട്ടൻ കൊണ്ട് തന്നതാണ്. ആ റോട്ടിൽ കൂടെ ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ആളിങ്ങനെ നമുക്ക് തേങ്ങയൊക്കെ വാങ്ങാറുണ്ട് ആളുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ആൾക്ക് എവിടെ നിന്ന് ചക്ക കിട്ടിയപ്പോൾ ഒരു ചക്ക കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പച്ചയിൽ കൊണ്ട് തന്നതായിരുന്നു. പക്ഷേ അത് എന്നും ഇങ്ങനെ തിക്കും തിരക്കൊക്കെ ആയത് കാരണം അത് വെട്ടാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് പഴുത്തിട്ടാണ് ഇപ്പോൾ വെട്ടുന്നത്. അപ്പോൾ പഴുത്തിട്ട് വെട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയാറുണ്ടല്ലോ, ഇവിടെ ഒരു ചക്കട ഇഷ്ടമുള്ള ഒരാളുണ്ട് നമ്മുടെ വീട്ടിൽ. കണ്ണൻകുട്ടിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. ചക്കട ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടമാണ്. പഴുത്ത ചക്ക അങ്ങനെ വെറുതെ ഇതിനുള്ള പരിപാടിയൊക്കെ കുറവാണെന്നാലും ഞങ്ങളിത് നന്നാക്കിയപ്പോൾ
കുറച്ചധികമൊക്കെ ഞങ്ങൾ കഴിച്ചായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചക്കയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ചില സമയത്ത് നമുക്ക് അങ്ങനത്തെ കിട്ടുള്ളൂ, ഇത് അധികം അങ്ങോട്ട് പഴുപ്പൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്കിങ്ങനെ കടിച്ച് കഴിക്കാൻ പറ്റുന്നൊരു പാകമുണ്ടല്ലോ, നല്ല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മത് ആ ചക്ക അടയുണ്ടാക്കാമെന്ന് വിചാരിക്കുമ്പോൾ നല്ല പഴച്ചക്ക പോലത്തേക്ക് ആണെങ്കിലാണ് കുറച്ചും കൂടെ സുഖം. ഇതൊക്കെ ഇത്തിരി ഇങ്ങനെ കട്ടിയിലിങ്ങനെ ഇരിക്കുന്നത്, അപ്പോൾ പിന്നെ നമ്മൾ നല്ലപോലെ വേവിക്കേണ്ടിയൊക്കെ വരുമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അത് റെഡിയാക്കിയൊക്കെ വെക്കാനൊക്കെ കരുതിയിട്ട് ചക്ക കിട്ടാനൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടി അവിടെ കിടന്ന് ഇങ്ങനെ കളിക്കുകയായിരുന്നു. അപ്പോൾ ആൾ നല്ല മൂഡിലായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് സമാധാനമായിട്ട് എന്തെങ്കിലും പണിയെടുക്കാനൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. ആൾ എന്തെങ്കിലും ഒരു വാശിയിലോ അങ്ങനെ വാശിയൊന്നും പിടിക്കാറില്ല കേട്ടോ അവൻ. പക്ഷെ ചില സമയങ്ങളുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ വീട്ടിലൊക്കെ ആരെങ്കിലും വന്നിട്ട് ആൾ എന്തെങ്കിലും ഇടഞ്ഞിരിക്കണ സമയമോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആളിത്തിരി ദേഷ്യത്തിലൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ അവൻ്റെ അടുത്ത് നിന്നൊക്കെ കുറച്ച് നേരമൊക്കെ നീങ്ങിയൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ആൾക്ക് എന്തെങ്കിലും സങ്കടം. എന്നാലും അതൊക്കെ വല്ലപ്പോഴും, ചിലപ്പോൾ കുറേ നാളുകളൊക്കെ കൂടുമ്പോൾ നമുക്കും ഉണ്ടാവില്ലേ, എന്നും നമ്മുടെ സ്വഭാവം ഒരുപോലെ ഒന്നും ആയിരിക്കില്ലല്ലോ. നമുക്കും ചില ദിവസങ്ങളിൽ നമ്മളുടെ സ്വഭാവങ്ങൾക്കും നമ്മളുടെ ഓരോ കാര്യങ്ങൾക്കും വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ അല്ലാണ്ട് ആൾ മൊത്തത്തിൽ ഒരു പ്രശ്നക്കാരനും അല്ല. ആൾ കിടന്ന് കളിച്ചോളും, ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാക്കില്ല. ഫുഡ് കൊടുക്കുന്നത് മാത്രമാണ് ആൾക്ക് പറ്റാത്ത ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ഒരു മടിയും കാര്യങ്ങളൊക്കെ. അല്ലാതെ കണ്ണനെ കൊണ്ട് ഒരു ഇതുമില്ല. കുറേ ഇങ്ങനെ അമ്മമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വയ്യാത്ത ഉണ്ണികളെ കൊണ്ട് ഭയങ്കര വാശിയാണ്, കിടക്കില്ല, ഉറങ്ങില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ കണ്ണനെ സംബന്ധിച്ച് ഞാൻ പറയാണ്, ഉണ്ടായിരുന്നു അവന് ഉറക്കമില്ലായ്മയും കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അവന് വയ്യാണ്ടായ ആ സമയത്തൊക്കെ നൈറ്റിലൊന്നും ഉറങ്ങില്ലായിരുന്നു കേട്ടോ. ഞാനും അച്ഛനും അമ്മയും എല്ലാവരും ഇങ്ങനെ മാറി മാറി എടുത്ത് കൊണ്ട് നടന്ന് നേരം വെളുപ്പിക്കാറ് പതിവ്. അന്നൊക്കെ നമുക്കും അതെ ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, നൈറ്റൊന്നും ഉറക്കമില്ലാണ്ടേ. പക്ഷേ ഒരു സമയം കഴിഞ്ഞ് ഒക്കെ ആയപ്പോൾ പിന്നെ അവൻ ഉറക്കമൊക്കെ ഓക്കെ ആയി, അവനങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യമായിരുന്നു പിന്നെ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനൊരു മടി, ചില സാധനങ്ങളൊന്നും കഴിക്കില്ല, അങ്ങനെയുള്ളതൊക്കെ. ഇപ്പോൾ അതും വെച്ച് നോക്കുമ്പോൾ, പണ്ടത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ടെന്ന് പറയാം. എന്നാലും ചില സമയത്ത് ആകെ ഒരു പ്രശ്നം എനിക്കവന് തോന്നിയുള്ളത് ഭക്ഷണം കഴിക്കാനുള്ള മടിയും. അതുമാത്രമാണ് നമുക്ക് അവനെ ഒരു കുഞ്ഞു കുറുമ്പായിട്ടെടുത്ത് പറയാനുള്ളൂ. അല്ലാതെ അവനെക്കൊണ്ട് നമുക്ക് പിന്നെ ചില സമയത്തുള്ള നമ്മൾ എടുത്തൊക്കെ നടക്കുമ്പോഴേ ആൾ ഭയങ്കര ബലം പിടുത്തവും കാര്യങ്ങളൊക്കെ, അതവൻ്റെ വാശിയല്ല, അത് അവന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്, അതവന് വന്നു പോകുന്ന കാര്യങ്ങളാണ്. അതിന് നമുക്ക് അവനെ കൊണ്ട് ബുദ്ധിമുട്ടെന്നോ അല്ലെങ്കിൽ അവൻ്റെ കുറുമ്പെന്നോ അങ്ങനത്തെ ഒന്നായിട്ട് നമുക്കത് പറയാൻ പറ്റില്ല. അത് അവൻ്റെ ഒരവസ്ഥയാണ്, ആ ബലം പിടിച്ച് തള്ളുന്നതും കാര്യങ്ങളൊക്കെ. അല്ലാതെ എനിക്ക് കണ്ണനെ കൊണ്ട് എല്ലാവരും ഇങ്ങനെ ചോദിക്കും, കുറുമ്പാണോ വാശിയാണോ കരച്ചിൽ ബഹളം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അവനെ കൊണ്ട് ബുദ്ധിമുട്ടുകളാണോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ കണ്ണനെ കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല കേട്ടോ. എനിക്കില്ല എന്നല്ല, മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ്. അവനെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും അവനില്ല. അവൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുക, നേരത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുക. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫുഡിൻ്റെ മാത്രമാണ്. ചില ഭക്ഷണങ്ങളൊന്നും ആൾക്ക് പിടിക്കില്ല. അപ്പോൾ ചിലപ്പോൾ എന്താ പറയുക, 5-6 പ്രാവശ്യമൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കാനായിട്ട് ഒരു ദിവസം ഇരിക്കേണ്ടതായിട്ടൊക്കെ വരും. അതാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഭയങ്കര ഭാരപ്പെട്ട പണികളല്ല വീട്ടിലുള്ളത്, നേരം പോകുന്ന പണികളാണ് വീട്ടിലുള്ളതെന്ന്. അല്ലാതെ ഇങ്ങനെ കുറേ ഭാരപ്പെട്ട പണികളൊന്നും അല്ല വീട്ടിലുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ, എന്താ പറയുക, കണ്ണനിങ്ങനെ എന്നും കയ്യിലിരുത്തി ഫുഡൊക്കെ കുറേ നേരം ഭക്ഷണം കൊടുക്കാനൊക്കെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴേ നമുക്ക് സ്വാഭാവികമായിട്ട് ഞാൻ പറയാറുണ്ടല്ലോ, ഷോൾഡർ ഒക്കെ നല്ല പെയിൻ വരും, കൈയൊക്കെ നല്ല പെയിൻ വരും. അപ്പോൾ പലരും പറയാറുണ്ട് എന്നും ഇങ്ങനെ കയ്യിലിരുത്തി ഫുഡ് കൊടുത്താൽ മതി, അവന് ഇരുത്തി ഫുഡ് കൊടുത്ത് ശീലിപ്പിക്കണ്ടേ. കുറേ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ, CP ചെയറിലൊക്കെ ഇരുത്തി കൊടുക്കാനൊക്കെ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ കയ്യിൽ അവരിങ്ങനെ ബലം പിടിച്ച് വായ തുറക്കുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് അവൻ്റെ വായും തല ഇങ്ങനെ തള്ളി പിന്നിലേക്ക് കൊണ്ടുപോകുക അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ നമുക്കത് അവൻ ബാക്കിലോട്ട് ബലം എടുക്കുമ്പോൾ അതൊരു പക്ഷേ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാരണം ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടല്ലേ, അത് എത്രത്തോളം പറഞ്ഞാലും ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ
അങ്ങനെ അവനിങ്ങനെ ബാക്കിലേക്കൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തള്ളി ബലം പിടിക്കുമ്പോഴേ നമ്മുടെ കൈ കൊണ്ടൊരു സപ്പോർട്ട് ഉണ്ടാവുന്നതും നമ്മൾ ചെയറിൽ എടുത്തിട്ട് ചെയറിൻ്റെ ബാക്ക് സപ്പോർട്ട് ഉണ്ടാവുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മളങ്ങനെ നിവർത്തി കൊടുത്തില്ല, തല പിന്നിലേക്ക് തന്നെ ഇങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ശിരസിലൊക്കെ കയറാനും അപകടങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കും വേണ്ട, റിസ്ക് എടുക്കണ്ട, എന്നെ നമുക്ക് പറ്റാവുന്നിടത്തോളം നമുക്കിങ്ങനെ തന്നെ കൊടുക്കാം, പിന്നെ അവനൊക്കെ ആവും തന്നെയുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഞാനിങ്ങനെ ഇന്നിപ്പോൾ അവൻ ഇരുത്തിയിട്ട് അവനങ്ങനെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ആൾക്ക് എല്ലാ നോർമൽ കുഞ്ഞുങ്ങളുടെയും പോലെ ചെയ്യാനൊക്കെ ആൾക്കുള്ളുകൊണ്ട് ആഗ്രഹമുണ്ട്. പറ്റുന്നില്ല എന്നുള്ളത് അവൻ്റെയും ആരുടെയും കുറ്റമല്ലല്ലോ. അപ്പം ഞാനിങ്ങനെ അവനെ ഇരുത്തിയിട്ട് പഴമൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല, നമുക്കിങ്ങനെ ഇരുത്തിയിട്ടൊക്കെ കൊടുക്കാം. കുറുക്കും ചോറൊക്കെ ആണെങ്കിൽ എനിക്ക് ഇത്തിരി പേടിയുണ്ട്. കുറുക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ തുപ്പിക്കൊണ്ടിരിക്കും. ചോറൊക്കെ ആണെങ്കിലും തരിയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഞാൻ ഈ പഴമാകുമ്പോൾ വലിയ വിഷയമില്ല എന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ ഇരുത്തിയിട്ട് നമ്മുടെ കൈയുടെ സപ്പോർട്ട് ഉണ്ട് ബാക്കിൽ. അപ്പോൾ ടി വി ഒക്കെ വെച്ചത് കാരണം അതിലേക്ക് നോക്കിയൊക്കെ അങ്ങനെയൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ ആൾക്കും ഭയങ്കര ഗമേലായിരിക്കണേ. ഞാൻ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. കല്യാണിൻ്റെ അടുത്തൊക്കെ ഭയങ്കര ഗമ കാണിച്ചിട്ടൊക്കെയാണ് കേട്ടോ ആളിരുന്ന് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കാലത്ത് അല്ല, നമുക്ക് പറയാൻ പറ്റില്ല, എന്താ പറയുക, നമ്മളിപ്പോൾ അവൻ തന്നെ വാരി കഴിക്കണം എന്നല്ല, അവൻ തന്നെ കസേരയിലിരുന്നിട്ട് നമ്മൾ വാരി കൊടുക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നമുക്കത് സന്തോഷമേ ഉള്ളൂ അല്ലേ. നമുക്ക് മടിയിലൊന്നും വെച്ചിരുന്ന് കൊടുക്കണ്ടല്ലോ, തന്നെ അവൻ കസേരയിലിരിക്കും, നമ്മൾക്ക് വാരി കൊടുക്കുന്നത് നമുക്ക് വിഷയമൊന്നുമില്ല. അപ്പോഴും അവനും നമുക്കതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ആദ്യ പടിയായി ആവട്ടെ എന്ന് തന്നെ വിചാരിക്കുകയാണ്. പിന്നെ കല്ലു ചേച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ, വിശേഷങ്ങൾ അന്വേഷിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവളെ കണ്ടു കഴിഞ്ഞ സന്തോഷം കൊണ്ടാന്ന് തോന്നുന്നു കണ്ണന് ഭയങ്കര ബലം പിടുത്തവും കാര്യങ്ങളൊക്കെയാണ്. അവളിങ്ങനെ അടുത്തേക്ക് വരുമ്പോഴേ എന്തൊക്കെയോ അവളുടെ അടുത്ത് പറയാനോ എന്തൊക്കെയോ നോക്കുന്നത്, കളിയും ചിരിയൊക്കെ കൂടുന്നതാണ്. അപ്പോൾ അവളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവനെ നമുക്ക് ചിലപ്പോൾ പിടിച്ചാൽ കിട്ടില്ല, ഇങ്ങനെ തള്ളിയും കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറയും, കല്ലു നീയാന്ന് വെച്ചാൽ ഒന്ന് നീങ്ങി നിൽക്ക്, അവൻ കഴിച്ച് കഴിയുന്നവരെങ്കിലും നീങ്ങി നിൽക്കുക. ചിലപ്പോൾ ഞാൻ കണ്ണന് ഭക്ഷണം കൊടുക്കുന്ന സമയം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഭയങ്കരമായിട്ട് നമ്മളതിൽ ശ്രദ്ധിച്ചിരിക്കണം. അവനിങ്ങനെ തള്ളി തള്ളി ബലം പിടിച്ചൊക്കെ നിൽക്കുമ്പോഴേ നമുക്ക് വേറെ കല്യാണിയാണെങ്കിലും വന്ന് കുറുമ്പൊക്കെ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും. എന്നുവെച്ചാൽ ഇവിടെ ഇങ്ങനെ ബലം പിടുത്തവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നും കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അവളുടെ കുഞ്ഞു കുറുമ്പുകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരാറുണ്ട്. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറയും, കല്ലു ചേട്ടനെ ഫുഡ് കൊടുക്കുന്നത് വരെ നീ ഒന്ന് നീങ്ങി നിൽക്ക്, മാറി നിൽക്കുക എന്നൊക്കെ ഞാനിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇപ്പോഴും അതുപോലെ തന്നെ അവളിങ്ങനെ അടുത്തേക്ക് വന്നപ്പോൾ അവന് ഭയങ്കരമായിട്ട് സന്തോഷം കൊണ്ടായിരിക്കും അവനിങ്ങനെ ഭയങ്കര ബലം പിടുത്തം കൂടി. അപ്പോൾ നമുക്ക് നമ്മുടെ കൈക്ക് ബലം വരുമ്പോൾ നമുക്കത് നല്ലതുപോലെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കല്യാണിൻ്റെ അടുത്ത് പറയും, കണ്ണന് ഫുഡ് കൊടുക്കുന്ന നേരത്ത് നീങ്ങി നിൽക്ക് കല്ലു, കുറച്ച് മാറി നിന്നോളൂ, അല്ലെങ്കിൽ അവൻ ബലം പിടിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ ഇങ്ങനെ അവളുടെ അടുത്ത് പറയും കേട്ടോ. അപ്പോൾ ഇപ്പോൾ മാങ്ങ നൈറ്റിലൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ മാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചെത്തിയിട്ട് കഴിക്കാറൊക്കെ ഉണ്ട്. കണ്ണൻകുട്ടിക്കും ജ്യൂസാക്കി കൊടുക്കാറുണ്ട്. പക്ഷെ അവനെന്തോ ഇഷ്ടമായിരുന്നു, ഇപ്പം എന്തോ ഒരു ഇഷ്ടക്കുറവുണ്ട് കേട്ടോ. അതിപ്പോൾ എല്ലാവർക്കും ചില സമയത്തൊക്കെ അങ്ങനെയല്ലേ. ഇപ്പം നമുക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള ഫുഡ് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടായിരുന്നു വരില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആയിരിക്കാം. മാങ്ങ കുറച്ചൊക്കെ കഴിക്കാറുണ്ട് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അങ്ങനെ ഒട്ടും കഴിക്കുന്നില്ല. അപ്പോൾ കല്യാണിക്ക് അത് ചെത്തി കൊടുത്തു കഴിഞ്ഞാൽ കല്യാണി കഴിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ മിക്ക ദിവസങ്ങളിൽ ഇങ്ങനെ ഇപ്പോൾ കൊടുക്കാറുണ്ട് കേട്ടോ മാങ്ങ. അവന് ജ്യൂസാക്കി കൊടുക്കുമ്പോഴാണ് ഇഷ്ടമില്ലാത്ത, നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ആൾക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വെറുതെ ഒന്ന് ഉടച്ചിട്ട് വയലൊക്കെ വെച്ച് കൊടുക്കും, അപ്പോൾ ആൾ വലിയ കുഴപ്പമില്ല. ജ്യൂസാക്കിയിട്ട് ഇങ്ങനെ അത് ഒന്നും ഭയങ്കരമായിട്ട് ഉടയുമ്പോഴെന്താണെന്ന് അറിയില്ല, ആൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം ആയാൽ പറയണ്ട, എന്തെങ്കിലുമൊക്കെ പിറ്റേ ദിവസം സ്കൂളിൽ പോകേണ്ടതിന് രാവിലെ എന്തെങ്കിലും ഒരു ഉപ്പേരിയൊക്കെ ആക്കണമല്ലോ, കറി. അപ്പോൾ വെണ്ടക്കായ കല്യാണി വേണമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വെണ്ടക്കായ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് രാത്രി തന്നെ ഈ പച്ചക്കറിയൊക്കെ ആകുമ്പോഴേ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പണി നമുക്ക് വളരെ കുറവാണല്ലോ. അല്ലെങ്കിൽ പിന്നെ എണീറ്റ് ചായക്ക് പലഹാരം ഉണ്ടാക്കലും പിന്നെ പച്ചക്കറി അരിയലും പിന്നെ ചോറും കറിയും വയ്ക്കലൊക്കെ ആകുമ്പോൾ പണി കൂടുതലാണ്. അപ്പോൾ രാത്രി അരിയാനുള്ളതൊക്കെ ആദ്യമൊക്കെ ഞാൻ കൊടകരയിലൊക്കെ വെച്ച് ചേട്ടനും രാവിലെ ചോറൊക്കെ കൊണ്ടുപോകാറുള്ള സമയത്ത് തേങ്ങ ഇപ്പോഴും ചിലപ്പോഴൊക്കെ തിരിച്ചിരിക്കി വെക്കും കേട്ടോ, ഫ്രിഡ്ജിൽ വെക്കും. തേങ്ങ ചെരുക്കി വെക്കും, ഉള്ളി നന്നാക്കി വെക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തലേദിവസം ചെയ്ത് വയ്ക്കും. അപ്പോൾ പിന്നെ രാവിലെ നമുക്ക് അത്രയും പണി കുറവാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അടുക്കളയിലത്തെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് കുറച്ച് നോട്ട്സൊക്കെ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് നോട്ട്സൊക്കെ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് തന്നപ്പോൾ അത്രയും ടൈം പോകണ്ടെന്ന് കരുതിയിട്ട്
ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് അങ്ങനെ കുറച്ച് എഴുതാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അപ്പം ചെയ്തു പോകുന്ന കാര്യങ്ങളും ഇങ്ങനെ എഴുതി വയ്ക്കാറുണ്ട്. അപ്പോൾ അതും കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ പെൻഡിങ്ങിൽ ഇങ്ങനെ വെച്ചേക്കായിരുന്നു. പിന്നെ നമുക്ക് ഡെയിലി ക്ലാസ് ഇല്ലാത്തത് കൊണ്ടേ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ കാര്യങ്ങളൊക്കെ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനത് കൈയോടെ തന്നെ എഴുതിയൊക്കെ വയ്ക്കായിരുന്നു. എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മറന്നു പോയാലും നമുക്കത് നോക്കി നമുക്കൊന്നും കൂടെ ഓർമ്മപ്പെടുത്താമല്ലോ. അപ്പം ഞാനത് എഴുതാനൊക്കെ ആയിട്ടിരുന്നു കേട്ടോ. പിള്ളേർ ഉറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ കൊടകരി ഉള്ളപ്പോഴാണെങ്കിലും ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും മക്കൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റേതായ കാര്യങ്ങൾക്ക് കുറച്ച് സമയം കണ്ടെത്താറുണ്ട്. ഇപ്പോൾ ഒരു 9:30 ആകുമ്പോഴേക്കും ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂറെങ്കിലും ഞാൻ എൻ്റേതായ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താറുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേ നാളുകളായിട്ടൊന്നും ഞാൻ അങ്ങനെയൊന്നും എൻ്റേതായ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യാറില്ല. പിള്ളേർ ഉറങ്ങിക്കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കും. ചിലപ്പോൾ ഫോണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യും. എഡിറ്റ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അവിടെ തന്നെ കിടന്ന് ഉറങ്ങും. പിന്നെ ഞാൻ ഇങ്ങോട്ട് ഹാളിലേക്കൊന്നും വരുപോയില്ല. അങ്ങനെ തന്നെ അവിടെ കിടന്ന് ഉറങ്ങാറൊക്കെ പതിവ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്കായിട്ട് ഞാൻ കുറച്ച് സമയം മാറ്റി വയ്ക്കാറുണ്ട്. എനിക്കായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനാണെങ്കിലും ഞാൻ സമയം മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞാനിങ്ങനെ എണീറ്റ് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, എനിക്ക് എന്തെങ്കിലും എൻ്റേതായ കാര്യങ്ങൾ ചെയ്യാനൊക്കെ കണനൊക്കെ ഉറങ്ങിയതിന് ശേഷം എണീറ്റ് വന്നാലും എന്തെങ്കിലും ഒരു ചെറിയ സൗണ്ട് കേട്ടാൽ ചിലപ്പോൾ കണഞ്ഞ് എണീക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ നല്ലപോലെ കിടന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ വേറൊരു വിശേഷം പറയാനുള്ളത് നമ്മുടെ ചേച്ചിയാണ് കേട്ടോ, ഷബാന ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കണനെ കാണാനായിട്ട്. അപ്പോൾ അത് 2 ദിവസം മുൻപത്തെ വിശേഷങ്ങളായിരുന്നു. ഞാനപ്പോൾ അത് മുന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്യാനായിട്ട് ലെങ്തി ആവുന്നത് കാരണം നമ്മുടെ ഈ വീഡിയോയിൽ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ചേച്ചി കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി ഇപ്പോൾ വന്നിട്ടുണ്ട്, നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ണൻകുട്ടീനെ കാണാൻ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കണ്ണൻകുട്ടി അന്ന് എന്തോ ഭയങ്കര ഇടച്ചില്ലായിരുന്നു. അത് ഇടച്ചില്ലാവാൻ കാരണമൊന്നുമല്ല, നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു വലിയച്ഛൻ മരണപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസമാണ് വന്നത്. ആ ഒരു ദിവസം ആളുടെ മൂഡ് അത്രയ്ക്ക് സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ നമ്മുടെ മറ്റേ വേറൊരു ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ആയപ്പോഴേക്കും ആൾക്ക് ഇങ്ങനെ ആളും ബഹളവും തിരക്കും തിക്കും, പിന്നെ മരിച്ചതിൻ്റെ അവിടെ ഫ്രണ്ടിലും നിറച്ച് വണ്ടികളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ആളുടെ മൂഡ് അത്രയ്ക്ക് സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വെറുതെ ഒരു അടച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ചേച്ചിയാണെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ട് വന്നതായിട്ടോ കാണാനായിട്ട്. പക്ഷെ അന്നത്തെ ദിവസം എന്താ ആളത്ര ആളുടെ ക്യാരക്ടർ ശരിക്കും അങ്ങനെയൊന്നുമല്ല. ആര് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചിരിച്ച് കളിച്ചിരിക്കുന്നൊരു ക്യാരക്ടറാണ് കാണേണ്ടത്. ആദ്യമൊന്നും അങ്ങനെയായിരുന്നില്ല. ആദ്യമൊക്കെ ആൾക്ക് ഇങ്ങനെ ഇഷ്ടമില്ലാത്തവരൊക്കെ വന്നു കഴിഞ്ഞാൽ ആളിടയൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം ആൾക്ക് ആര് വീട്ടിൽ വന്നാലും വന്നിട്ട് പോകുന്നതാണ് ആൾക്ക് വിഷമം. പക്ഷേ ഇതെന്തോ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ രാവിലെ മുതലൊക്കെ വീടിൻ്റെ ഫ്രണ്ട് നിറച്ച് വണ്ടികളും കാര്യങ്ങളും നമ്മുടെ മുറ്റത്തൊക്കെയാണ് വണ്ടികളൊക്കെ കൊണ്ടുവന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ഒച്ചയും ബഹളമൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മൂഡ് ഓഫ് ആൾക്കും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഇങ്ങനെ ചേച്ചിയൊക്കെ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചേട്ട സ്വഭാവമൊക്കെ കാണാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് പിന്നെ ഭയങ്കര വിഷമമൊക്കെ ആയിട്ടാണ് ചേച്ചി പോയത്. കാരണം കണ്ണനെടുത്ത് കൊഞ്ചിക്കാനും കളിപ്പിക്കാനൊക്കെ ആയിട്ടാണ് ആൾ വന്നത്. അപ്പോൾ കണ്ണനാണെങ്കിൽ ഒരു നിലയ്ക്ക് അടുക്കുന്നുണ്ടായിരുന്നില്ല. കണ്ണൻ ഭയങ്കര കുഞ്ഞിക്കുറുമ്പിലൊക്കെ ആയിരുന്നു കണ്ണൻ. എന്താണെന്നറിയില്ല. അത് ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ തന്നെയാണ് കാരണം. അന്നത്തെ ഒരു ദിവസം വളരെ ശരിയായിരുന്നില്ല. നമ്മൾ വലിയവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ദിവസത്തിൽ വിഷമങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് പുറത്ത് കാണിക്കില്ല. പക്ഷേ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളങ്കമില്ലാത്ത മനസ്സല്ലേ. അവർക്ക് എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടെങ്കിൽ അവരത് അതുപോലെ തന്നെ കാണിക്കും അല്ലേ. അപ്പോൾ അന്നത്തെ ദിവസം ഇത്തിരി പ്രശ്നമായിരുന്നു. അതുകൊണ്ട് ആളിത്തിരി മോശമായിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. എന്നാലും ഇടയ്ക്കുള്ളൊരു ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാനാണെങ്കിലും ക്ലാസ്സിനൊക്കെ പോകുമ്പോഴേ ഇപ്പം എൻ്റെ അമ്മ വീട്ടിലേക്ക് വരുന്നത് ഇഷ്ടമില്ലാണ്ടായി. അല്ലെങ്കിൽ അമ്മാമ്മ വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അമ്മ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ക്ലാസ്സിന് പോകുന്നവനറിയാം. അതുകൊണ്ട് ഇപ്പോൾ അമ്മ വരുന്നത് പോലും ഇഷ്ടമില്ലാത്ത അവസ്ഥ. അമ്മ വരുമ്പോഴേക്കും സങ്കടം വരും. അത് അമ്മേനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അമ്മാമ്മ വന്നു കഴിഞ്ഞാൽ ഞാൻ പോവുമല്ലോ എന്നുള്ളൊരു ഇതവനറിയാം. ആൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ അമ്മേനെ ഇപ്പം അതുകൊണ്ട് ഇപ്പോൾ ദേഷ്യമായിട്ട് നിൽക്കുകയാണ് കേട്ടോ അവൻ. അപ്പോൾ അമ്മ പറയും, നീ ഒരു ക്ലാസ്സിന് പോകാൻ തുടങ്ങിയത് കാരണം ഇപ്പം എൻ്റെ മോൻ എന്നോട് ദേഷ്യമായി തുടങ്ങി, ഞാനിങ്ങനെ വരുമ്പോൾ നീ പോവല്ലേ എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചേച്ചി വന്നപ്പോഴും ചേച്ചി അടുത്തേക്കൊക്കെ വരുമ്പോൾ ഒരു ചുണ്ട് നീടലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ മടിയിലിരുന്നിട്ട് ചേച്ചിയുടെ അടുത്ത് ചിരിച്ച് കാണിക്കലും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ കയ്യിൽ കുഞ്ഞു കുസൃതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവൻ്റെ കൈമ്മ അവൻ തന്നെ പിടിച്ച് കടിച്ചിട്ട് ഞാനാ കടിച്ചതെന്ന് പറഞ്ഞ പുള്ളിയാണ്. അതുപോലെ
അതുപോലെ അമ്മ ഞാൻ ക്ലാസ്സിനൊക്കെ പോകുമ്പോഴേ ഞാൻ വെറുതെ വരുമ്പോൾ ചോദിക്കും കണ്ണാ ഇന്ന് ആരാടാ നിന്നെ തല്ലിയ. അപ്പോൾ ചിലപ്പോൾ അമ്മേനെ നോക്കും. പിന്നെ അച്ഛനൊക്കെ കൂടെ ഇപ്പോൾ ചിലപ്പോൾ ചേട്ടൻ ജോലിക്ക് പോകാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ തല്ലിയെന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറയാറില്ല ചില കാര്യങ്ങളിൽ അവൻ സാധാരണ കുട്ടികളെ പോലെയുള്ള കുറച്ച് ഇതുകളൊക്കെ അവനും കാണിക്കും. നമ്മൾ സാധാരണ കുട്ടികളാണെങ്കിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയില്ലേ, ദേ അമ്മ തല്ലി അമ്മമ്മ തല്ലി അങ്ങനെയൊക്കെ പറയില്ല. അതുപോലെയുള്ള കുഞ്ഞി സൂത്രങ്ങളും കുറുമ്പുകളൊക്കെ കണ്ണൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി എടുത്ത് വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഇങ്ങനെ സങ്കടം വരുന്ന പോലെ വരും. അത് കഴിഞ്ഞ് ചിലപ്പോൾ അപ്പം തന്നെ ചിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അവൻ്റെ ഓരോ പ്രകൃതങ്ങളൊക്കെ. അപ്പോൾ നമ്മളുടെ എന്താ പറയുക, ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമ്മളെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നത് തന്നെ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ വീഡിയോസൊക്കെ ഭയങ്കര ലെങ്തിയാണ്. എനിക്കറിയില്ല ആളുകൾക്ക് ബോറാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൊന്ന് അറിയിക്കാം. നമുക്ക് ലെങ്ത് കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. ഇനി ഞാൻ നിങ്ങളെ അങ്ങോട്ട് ബോറടിപ്പിക്കുന്നില്ല. എനിക്ക് തോന്നാറുണ്ട് എൻ്റെ സംസാരമാണെങ്കിലും ചില സമയത്ത് ഇങ്ങനെ ഞാൻ ചിലപ്പോൾ റിപ്പീറ്റേഷൻ ഉണ്ട്, എൻ്റെ ഓരോ സംസാരങ്ങളും റിപ്പീറ്റേഷൻ വരാറുണ്ട്. അതുപോലെ ചില സമയങ്ങളിൽ ഭയങ്കര സ്ലോ ആയിട്ട് സംസാരിക്കാറുണ്ട്. എല്ലാവർക്കും അതൊന്നും ഇഷ്ടപ്പെട്ട് കൊള്ളണമെന്നില്ല. എനിക്കറിയാം, എൻ്റെ പോരായ്മകളൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ നിർത്താം അല്ലേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ. ടാറ്റാ, ബൈ ബൈ, സീ യു.